എന്നെ കുറവ് ഞാനൊന്നും പറഞ്ഞില്ല. ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വിട്ടിരുന്ന MV ഗോവിന്ദന്റെ വാർത്തയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പുനർജനി കേസ്. പണ്ട് അഭ്യർത്ഥിച്ചതിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, അതുകൊണ്ട് കാണാം. And now when you are around the table, 10 people are there. You are helping 5 families. I am going to give 5 sewing machines to 5 families. They lost their sewing machine. When they get the sewing machine, they can start their life. Actually, you are helping around the table. You are helping 5 families. When you are raising 500 pounds. അപ്പോൾ ഇപ്പോഴത്തെ CPMന്റെ മെയിൻ കോമഡിയനായ P രാജീവ് അതേ വിഷയത്തിൽ തന്നെ മറ്റൊരു പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. പുനർജനി കേസ് മുഖ്യമന്ത്രി വല്ലാതെ പേടിച്ചു. ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് അന്വേഷണം വേണ്ടെന്ന് വെപ്പിച്ചു P രാജീവ്. സത്യം പറയട്ടെ സഖാവേ, 10 വർഷം മടിയിൽ ഖനമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കയ്യിൽ ഉണ്ടായിരുന്നില്ലേ? അന്നേരം ഒന്നും ഈ കേസ് താങ്കൾക്ക് അന്വേഷിക്കേണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ തന്നെ സർക്കാർ അധികാരത്തിൽ വരികയും ഇതേ കേസിന് താങ്കളുടെ മുഖ്യപ്രതിയായ വ്യക്തി മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ശേഷം ഈ ആരോപണവുമായിട്ട് വരുന്നതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പബ്ലിക്കിനോട് പറഞ്ഞു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നാട്ടുകാർ കാണുമ്പോൾ ഇത് ഇരുന്ന് മോങ്ങിക്കോ എന്ന് പറയാനല്ലാതെ വേറൊന്നിനും സാധിക്കുകയില്ല. അപ്പോൾ MV ഗോവിന്ദന്റെ ഈ കോമഡിയോടൊപ്പം മുഖ്യമന്ത്രിയുടെ അണ്ണാക്കിൽ പിരിവെട്ടിപ്പോകുന്ന രീതിയിലുള്ള മറുപടിയും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടുണ്ടെന്ന് MV ഗോവിന്ദനാണ് കണ്ടെത്തി, വിജിലൻസ് അല്ല. MV ഗോവിന്ദൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോകട്ടെ, ആ വിജിലൻസിന്റെ ഒക്കെ റിപ്പോർട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ പറ. അന്വേഷണം നടത്തിയേക്കുന്ന ഉദ്യോഗസ്ഥന്മാര് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്കാൻ പറ. ഒന്ന് പറഞ്ഞേക്ക്, ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്നും കൂടി ഒന്ന് പറഞ്ഞേക്ക്. അപ്പോൾ വരട്ടെ അടുത്ത നേതാവ്. സിനിമ കാണാൻ പോകും. സിനിമ കണ്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അപരിചിതനായിട്ടുള്ള ഒരാൾ വന്ന് കൈ തുറന്നു. കൈ അദ്ദേഹം വിടുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വലിക്കും, അദ്ദേഹം അങ്ങോട്ട് വലിക്കും. അപ്പോഴാണ് മനസ്സിലായത് ഒരു സ്വകാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കൈ വലിച്ച് എന്റെ ചെവി പറഞ്ഞു, നിങ്ങൾ തന്നെ വന്നാൽ മതിയായിരുന്നു, 1 മാസം കൊണ്ട് തന്നെ മതി. അപ്പോൾ ഇദ്ദേഹം കണ്ട സിനിമ ഏതാന്ന് ചോദിക്കുന്നത് കഥയിൽ ചോദ്യം അരുത് എന്ന് പറയുന്നത് പോലെയാണ്. ഇദ്ദേഹം ഏതോ ഒരു സിനിമ കാണാൻ പോയപ്പോൾ അവിടെ വെച്ച് ഇദ്ദേഹത്തിനോട് പൊതുജനത്തിൽ ഒരാൾ ചോദിച്ച ചോദ്യമാണ് ഈ വിശദീകരിക്കുന്നത്. അതായത്, കഴിഞ്ഞ സർക്കാർ മതിയായിരുന്നു, 1 മാസം കൊണ്ട് താങ്കൾക്ക് മതിയായി എന്നാണ് ഈ MB രാജേഷിനോട് പബ്ലിക്കിലെ ഒരാൾ സംസാരിച്ചത്. അതും എങ്ങനെയാണെന്ന് പുള്ളി വിശദീകരിക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? മാറ്റം കൊണ്ടൊരു ഗുണമുണ്ടാവും എന്ന് കരുതി വോട്ട് ചെയ്താൽ 1 മാസം കൊണ്ട് മടുത്ത് നിങ്ങളെന്ന് മതിയായിരുന്നു എന്ന് പറയുന്നത്. ആ പറഞ്ഞതിനർത്ഥതാണ് പ്രതീക്ഷയോടുകൂടി ഒരു മാറ്റം വരുന്നത് നല്ലതാണ് എന്ന് കരുതി വോട്ട് ചെയ്ത ആളാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ 1 മാസം കൊണ്ട് ഇങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ് വേറെ ഉണ്ടായിട്ടുണ്ടോ? 10 വർഷം ഭരിച്ച ആളാണ് ഇപ്പോൾ ഈ പറയുന്നതെന്ന് നിങ്ങൾ ഒന്ന് ദയവ് ചെയ്ത് ഓർക്കുക. ഇപ്പോൾ 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ശരിയല്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷം എല്ലാം ശരിയായി എന്ന് ഒരു ഉടുപ്പുമില്ലാതെ പറയാൻ ഇദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തൊരു സാറിന്റെ കോമഡി കാണാം. സ്വയം അങ്ങ് അപഹാസ്യനാകാൻ വേറെ ആർക്ക് കഴിയും? വല്ലാത്ത തോൽവിയാണല്ലേ? ഇങ്ങനെ നോക്കും നമ്മളും വിചാരിച്ചിട്ടില്ല. തുറന്നു പറയല, എല്ലാരും വരും. ആപ്പീസ് എന്റെ ആപ്പീസാണ്. എല്ലാരും വരും. ലീഗുകാരും വരും, കോൺഗ്രസ്സുകാരും വരും, നമ്മളെ പാർട്ടിക്കാരും വരും. ഇവിടെ ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്യും. നമ്മളൊരു 3ാം ഭരണം പ്രതീക്ഷിച്ചു ഞങ്ങളെല്ലാരും. ഞാനും വിചാരിച്ചു 2011 സമായിരിക്കും. 2011 നിങ്ങൾക്കറിയാല, ഒരു 2020 മാച്ച് പോലെ. അല്ലെങ്കിൽ 2022 അർജന്റീന ഫ്രാൻസ് ഫൈനൽ പോലെയാ ഇപ്പോൾ. എന്നാലും സ്പീക്കർ സാറിന്റെ വിഷമം പറയാതിരിക്കാൻ വയ്യ. കാരണം ഇനിയും ഒരു ഭരണം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് ഒരു വല്ലാത്ത ദുരന്തമായി പോയി ഈ തോൽവി. അതാണ് അദ്ദേഹം അന്തം വെട്ടി പറയുന്നത്. ഞാൻ വിചാരിച്ച അങ്ങനെ തന്നെയാണ്. ഇലക്ഷൻ എന്താ ഞാൻ വിചാരിച്ചത്? ഒരു 68-72. നമ്മളാ വരുന്നെങ്കിൽ ഒരു 71-72. അവരാ വരുന്നെങ്കിൽ 75-76. അവരെ നേതാക്കന്മാർ സ്വകാര്യം വിളിച്ചു പറഞ്ഞു, സ്പീക്കറെ നമ്മൾ വരും, പക്ഷെ 75-76 എണ്ണം തുടങ്ങി.
ആദ്യം പോസ്റ്റലാണ്, നമ്മൾ ലീഡ് ചെയ്യണം. അപ്പൊ നമ്മൾ തന്നീച്ചിങ്ങനെ ഇരുന്ന് ലീഡിംഗ് ആണ്. പോസ്റ്റൽ വന്നപ്പോ നമ്മൾ ലീഡാണ്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നു. അവസാനം മറ്റതും കണ്ണിയല്ല എട്ടും അങ്ങ് ഒളിച്ചുപോയത്. ഏതാ തോൽവി? ഏത് ജാതി തോൽവിയാണ്? കണ്ടിരിക്കുന്ന ഈ പൊതുജനങ്ങൾക്കൊന്നും ഈ സംഘടനയുടെ ഭരണം നടത്തിക്കൊണ്ടു പോകുവാൻ ഇത്ര ബുദ്ധിമുട്ട് സതീശൻ സർക്കാരിനുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ബാലഗോപാലന്റെ വക കോമഡിയാണ് ഈ കാണുന്ന അടുത്ത രംഗം. എല്ലാത്തിനകത്തും യു ടേൺ എന്ന് പറയുന്ന പോലെ എല്ലാം മാറ്റിമറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിനകത്ത് തന്നെ നിങ്ങൾക്കറിയാം, വൈദ്യുതി കട്ട് ഈ വർഷത്തെ വൈദ്യുതി കഴിഞ്ഞ വർഷം തന്നെ LDF ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ് ഇത്രയും കട്ട്. അങ്ങനെ വേണേൽ പറയും. ഈ വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള കറണ്ട് മൊത്തം കഴിഞ്ഞ LDF ഗവൺമെൻറ് കൊണ്ടുപോയി കളഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ കറണ്ട് കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് വേണേലും പറയും. അപ്പം ഇതുപോലെയാണ് പ്ലാനിങ്. അപ്പോൾ ബാലഗോപാലൻ സാറിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ. 2 മാസമല്ലേ ആയുള്ളൂ ഈ സർക്കാർ കയറിയിട്ട്. നിങ്ങൾ ഈ എല്ലാവരും ഈ ഭരണത്തിൻ്റെ തകർച്ചയും ഇതിനെതിരെയുള്ള ഈ രോഷവും കൊണ്ടിറങ്ങിയിട്ട് പൊതുജനത്തിന് ഒന്നും മനസ്സിലാകാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം പുതിയൊരു സർക്കാർ കയറിയിട്ട് ഒരു 6 മാസം തികഞ്ഞിട്ടാണ് ഈ വിധ പരിപാടികളൊക്കെ പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായി. ഇത് നമുക്ക് കോമഡിയായിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ പണം കൊടുക്കുന്നില്ല, അതിനൊക്കെ എപ്പോഴും ഇതിപ്പോൾ ഗവൺമെൻറ് വന്നിട്ട് 3-4 മാസമായല്ലോ, 3 മാസം കഴിഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാർച്ച് മാസം കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഇലക്ഷൻ ആയതുകൊണ്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസമായിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇവരല്ലേ ചെയ്യേണ്ടത്? പണമില്ലാത്തതുകൊണ്ടല്ല, പണത്തിന്റെ വളർച്ചയില്ലാത്ത. ഏതായാലും ഇത് സ്ഥിരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ പ്ലാൻ എങ്കിൽ വെറുതെ കോമഡി ഷോ മാതിരിയായി തീരുമെന്നുള്ളത് സത്യമാണ്. ഭക്ഷണം വിവാദം ഞാൻ പറഞ്ഞു, അദ്ദേഹം പറയും ഞാൻ ഭക്ഷണം കഴിച്ച് കുഴപ്പമായോ, നേരത്തെ പിണറായി ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എന്നെ കുറവ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കിട്ടൂലെന്ന് അറിയാം. ഞങ്ങളുടെ LDFന്റെ ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ നല്ല തൻ്റെടം ഉണ്ട്, ധൈര്യമുണ്ട്. പിന്നെ ആഹാരം കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു വിഷയം കൈകാര്യം ചെയ്തപ്പോൾ തന്നെ ഒരു കഴിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുക. അവസാനമായി ഈ ഒരു താരത്തിന്റെ സോ ക്യാൻ യു ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. As we know that without Rama or without Rama ideal, BJP never could be able to come to power. They are being using the Raman and Ayodhya as their political hero. എന്റെ പൊന്നു സാറേ, ഒന്നും മലയാളത്തിൽ പറഞ്ഞുകൂടെ? ഈ കേൾക്കുന്ന പത്രക്കാരെ ട്രാൻസ്ലേറ്റർ വെച്ച് അത് കൺവേർട്ട് ചെയ്ത് വായിച്ചു. ഇത് ഇങ്ങനെ മലയാളികളെ മുഴുവൻ പറയിപ്പിക്കണോ എന്ന് ഒരിക്കൽ കൂടി അങ്ങൊന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ കാലിൽ സാഷ്ടാംഗം വീണുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും മതിയാവുമല്ലോ. നിങ്ങൾക്ക് ചിരിക്കാനുള്ള വക. ഇത് അവസാനിക്കുന്നില്ല. വീണ്ടും പുതിയ ആക്ഷനുകളുമായി ഞങ്ങൾ എത്തുന്നതെന്ന് ഉറപ്പ് തന്നതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.